ഭാരതാംബ വിവാദത്തിൽ നിലപാടിലുറച്ച് രാജേന്ദ്ര അർലേക്കർ. സർക്കാർ കടുത്ത വിമർശനം ഉന്നയിക്കുമ്പോഴും രാജ്ഭവൻ സെൻട്രൽ ഹാളിലെ ഭാരതാംബയുടെ ചിത്രം മാറ്റില്ലെന്ന നിലപാടിൽ ഉറച്ചിരിക്കുകയാണ് ഗവർണർ. ചിത്രത്തിനു മുന്നിൽ വിളക്കുവെക്കുമെന്നാണ് രാജ്ഭവന്റെ നിലപാട്. ഔദ്യോഗിക പരിപാടികൾ ഇനി രാജ്ഭവനിൽ നടത്തണോ എന്നതിൽ കൂടുതൽ ആലോചനയിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്. അതേസമയം വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സർക്കാർ നിലപാട് രാജ്ഭവനെ അറിയിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഭാരതാംബ വിവാദത്തിൽ നിയമപരമായ നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ലോ സെക്രട്ടറിയോട് നിയമോപദേശം തേടിയിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറിയാണ് വിവാദത്തിൽ സർക്കാരിനെ എന്തൊക്കെ ചെയ്യാനാകുമെന്ന് ചോദിച്ചിരിക്കുന്നത്. രാജ്ഭവനിലെ പരിപാടിയിൽ എന്തൊക്കെ ചിഹ്നങ്ങൾ വെക്കണമെന്ന പ്രോട്ടോകോൾ ഉണ്ടോ? മന്ത്രിസഭയ്ക്ക് ഇക്കാര്യത്തിൽ ഉപദേശം നൽകാനാകുമോ എന്ന് വ്യക്തമാക്കണമെന്നാണ് നിർദ്ദേശം. മറുപടിക്ക് ശേഷം സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കും. ഇന്നലെയാണ് രാജ്ഭവനിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയത്. ചിത്രം വെക്കില്ലെന്ന് നേരത്തെ മന്ത്രിക്ക് ഉറപ്പ് ലഭിച്ചിരുന്നു. എന്നാൽ മന്ത്രി എത്തിയപ്പോൾ വേദിയിൽ ഭാരതാംബയുടെ ചിത്രം ഉണ്ടായിരുന്നു. ഇതോടെ മന്ത്രി പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. രാജ്ഭവൻ തന്നെ രാഷ്ട്രീയ കേന്ദ്രമാവുകയാണെന്നും കുട്ടികളെ അഭിസംബോധന ചെയ്ത ശേഷം താൻ പരിപാടി ബഹിഷ്കരിക്കുകയായിരുന്നെന്നും ശിവൻകുട്ടി നേരത്തെ പ്രതികരിച്ചിരുന്നു. ഗവർണർമാർ അധികാരം മറന്ന് സർക്കാർ പ്രവർത്തനങ്ങളിൽ ഇടപെടരുതെന്നും രാജേന്ദ്ര അർലേക്കർ ഭരണഘടനാ ലംഘനം നടത്തിയെന്നും മന്ത്രി ആഞ്ഞടിച്ചിരുന്നു. വനിത കാവിക്കൊടി പിടിച്ചിരിക്കുന്ന ചിത്രം തിരുവനന്തപുരത്തെ RSS ശാഖയിൽ കൊണ്ടുവയ്ക്കാമെന്നും രാജ്ഭവനിൽ വെക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 163 പ്രകാരം മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. അതല്ലാതെ താനാണ് കേരളം ഭരിക്കേണ്ടത് എന്ന് അദ്ദേഹം കരുതുന്നുണ്ടോ എന്ന് അറിയില്ല. കേരളം ഭരിക്കാൻ പിണറായി വിജയനുണ്ട്, അദ്ദേഹം ഭരിച്ചോളും. മതനിരപേക്ഷയ്ക്കെതിരായാണ് ഗവർണർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണല്ലോ രാജ്ഭവനിൽ ഒരു വനിത കാവിക്കുടി പിടിച്ചു നിൽക്കുന്ന ചിത്രം ചില്ലിട്ട് വെച്ചിരിക്കുന്നത്. അതിനു മുന്നിൽ പൂവും തിരിയുമൊക്കെ കൊണ്ടുവച്ച് അദ്ദേഹമാണ് ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുന്നത്. കേരളത്തിനും ഇന്ത്യക്കും നാണക്കേടാണിത്. ഒരു സ്ത്രീ കാവിക്കൊടി പിടിച്ചിരിക്കുന്നതാണ് ഭാരതം എന്ന് ആര് പറഞ്ഞു? അദ്ദേഹം ഭാരതാംബയുടെ ചിത്രം ശാഖയിൽ കൊണ്ടുവയ്ക്കുന്നതാണ് നല്ലത്. ഞാൻ ഭരണഘടനാ ലംഘനം നടത്തിയില്ല എന്ന് വി ശിവൻകുട്ടി പറഞ്ഞു. തനിക്ക് സർക്കാർ പരിപാടി RSS പരിപാടി പോലെ ആക്കുന്നതിനോട് താല്പര്യമില്ലെന്ന് ശിവൻകുട്ടി പറഞ്ഞു. തോന്നിയാസം കണ്ടാൽ അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ എന്ത് ജനാധിപത്യമാണെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു.